ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തേക്ക് ഒരു ഫാമിലീസ്, ഒരു ഹസ്ബൻഡ്, വൈഫ്, അവൻ്റെ 2 കുട്ടികൾ, ഓരിങ്ങനെ കാറിലിങ്ങനെ വരികയാണ്. കാറിലിങ്ങനെ വന്നിട്ട് അപ്പോൾ 2 റോഡ് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഏത് വഴി കൂടെ പോകേണ്ടതെന്ന് ചോദിക്കും. പോകും പറഞ്ഞ് ഇതിൽ കൂടെ പോയാൽ മതി. അങ്ങനെ ഈ റോട്ടിൽ കൂടെ പോയിട്ട് ഇങ്ങനെ പോവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന അതേ സ്ഥലത്തേക്ക് തന്നെ വന്നിക്കുന്നു. അതായത് ഇവർക്ക് ആ റോഡാണ് മുറിച്ചടക്കാൻ കഴിയണില്ല. ആ റോട്ടിൽ കൂടെ എങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാലും ആദ്യം വന്ന അതേ സ്ഥലത്തേക്ക് എത്തിയിട്ട് ഒരു ഭീകരാന്തരീക്ഷമാണ് അവിടെ കാണേണ്ടത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ സീരീസാണ് നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നത്. പേര് ഫ്രം. സീരീസ് ആദ്യമായിട്ട് കാണാൻ പോകേണ്ടവരും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് ടൈമിൽ ഒരു വട്ടം കാണേണ്ട സീരീസാണ് ഫ്രം. 1 സീസൺ 2 സീസൺ മൊത്തം 3 സീസൺ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ, അതായത് ആ ഗ്രാമത്തിൽ കൂടെ വണ്ടിയായിട്ട് വന്നോ പെട്ടു, പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത്ര ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ക്രൈം, ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി ഏത് കാറ്റഗറി ഉണ്ടെങ്കിലും അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സീരീസാണ് ഫ്രം. ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ സീരീസ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു എപ്പിസോഡൊക്കെ കാണേണ്ട ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ മലയാളത്തിനെക്കാട്ടും കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങൾ കാണേണ്ട ആൾക്കാരാണ് നമ്മളിതിൽ കൂടുതൽ. അപ്പോൾ ഓരോടാൻ പറയാനുള്ളത്, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമം തന്നെയാണ്. ആ ഒരു ഗ്രാമത്തിലേക്ക് ആരൊക്കെ വന്നോ ഓരവിടെ പെട്ടു, പിന്നെ ഓർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ രാവിലെ മുതൽ ഒരു വൈകുന്നേരം സന്ധ്യാസമയം, ഒരു പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, ആ നേരെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാതിൽ കുറ്റിയിട്ടോളം നിർബന്ധം. അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ കൂടെ ഒരു ബെല്ലിങ്ങനെ അടിച്ചു പോകേണ്ട ഒരാളുണ്ടാവും. ഇപ്പോൾ ഐസ്ക്രീമൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ബെല്ലടിക്കില്ലേ, അപ്പോൾ അതേപോലെ ബെല്ലടിച്ച് പോകുന്ന ഒരാൾ വരും ആ ഒരു സന്ധ്യ ടൈമായി കഴിഞ്ഞാൽ. അങ്ങനെ ബെല്ലടിച്ചിട്ട് ആ ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ ബെല്ലടിച്ചു. ആ സമയമാകുമ്പോൾ എല്ലാവരും വാതിൽ കുറ്റിയിട്ടോളം നിർബന്ധം. അല്ലെങ്കിൽ ആ സമയം റോട്ടിൽ ആരൊക്കെ ഉണ്ടാവും, ഓരോ പ്രേതങ്ങളും ആത്മാക്കളും പിടിച്ച് തിന്നും. അതാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 7 മണിക്ക് ശേഷം എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നോളാം. പുറത്തേക്ക് ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഓരോ പ്രേതങ്ങൾ തീർപ്പാക്കും. ഈ പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ നിന്ന് മുമ്പ് മരിച്ചു പോയിട്ടുള്ള ആത്മാക്കൾ തന്നെയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയും കുട്ടിയെയും സ്വന്തം വീട്ടിൽ ഇട്ടുപോയി. ഒരു കെയറിങ്ങില്ലാതെ പോയി. കാരണം ഒന്നും പറഞ്ഞില്ല. 7 മണിക്ക് ശേഷം ആരെങ്കിലും വാതിൽ മുട്ടാ തുറക്കരുതെന്നൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്നാണ് ഒരു ജനവാതിൽ മുട്ടൽ ശബ്ദം കേൾക്കുന്നത്. ആ സമയത്ത് ഇവൻ്റെ ചെറിയ ഒരു പെൺകുട്ടി ആ ജനവാതിൽ തുറന്നു നോക്കി. ഒരിക്കലും തുറക്കാൻ പാടില്ല കേട്ടോ, കാരണം തുറന്ന അപ്പം മരണം ഉറപ്പാണ്. സ്വന്തം മരിച്ചുപോയ അമ്മൂമ്മൻ്റെ മുഖം കണ്ടിട്ടാണ് ആ പെൺകുട്ടി തുറന്നത്. പക്ഷേ പിന്നീട് നടന്നൊരു ചരിത്രം, ആ പെൺകുട്ടിയെയും ഓളെ അമ്മയെയും ആ ഒരു ആത്മാവ് കൊന്നു. അതാണ് ആ നിഗൂഢമായ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പല വഴികളും നോക്കുന്നുണ്ട്, ഒന്നും നടക്കണില്ല. കുറേ കാട്ടിക്കൂടൊക്കെ സഞ്ചരിച്ച് നോക്കി, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിരാശയാണ് ഫലം. അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ മരിച്ചു വീഴുകയാണ്. 7 മണിക്ക് ശേഷം ഗ്രാമത്തിൽ വന്നവരും പുറത്തേക്ക് ഇറങ്ങിയവരും ജനവാതിലും വാതിലൊക്കെ തുറന്ന ഉടനെ മരണം ഉറപ്പാണ്. 7 മണി വരെ അവിടുത്തെ ആൾക്കാർക്ക് ആയുസുള്ളൂ. അതിൻ്റെ ശേഷം ആരൊക്കെ അവിടെ ജനവാതിലും വാതിലും തുറന്നു അവരൊക്കെ കൊല്ലപ്പെടുക. അങ്ങനെ ഈ ഷെരീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. കാരണം ഇതൊന്നും ഓരോരുത്തരും മരിക്കേണ്ട കാരണമല്ലേ. ആ മരിച്ച ശരീരം കുഴിച്ചിടുമ്പോൾ ഇയാൾ തന്നെയാണ്, അതിനെ സംസ്കരിക്കുമ്പോൾ ഇയാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അയാൾക്ക് ഒരു ജാതി ഫീലിങ്സ് വരികയാണ്. അങ്ങനെ ഒരു 2-3 ആൾക്കാർ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് നോക്കിയിട്ട് പോവാണ്. ഓരോ കയ്യിലൊരു രക്ഷ ഉണ്ട് കേട്ടോ. രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു തകിട് പോലെ സാധനം, അതുണ്ടെങ്കിൽ പ്രേതം വരില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ആ രക്ഷയായിട്ടാണ് എവിടേക്ക് പോവുക. ഇവരിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ ഓരോ വഴി തേടി പോകുമ്പോൾ ഓരോരുത്തർ ആ രക്ഷ ഉണ്ടാവും. രക്ഷ ഉണ്ടെങ്കിൽ വരില്ല എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു മരക്കൊമ്പിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഹോള് കണ്ട് ഒരു പെണ്ണും വരപ്പുണ്ടായിരുന്നു. ആ ഹോള്, ആ പെണ്ണ് അതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് സംഭവിക്കുന്ന ചില നിഗൂഢമായ രഹസ്യങ്ങളും അതിനുള്ളിൽ നടക്കുന്ന ദയനീയമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഒടുവിൽ ഈ പെണ്ണ് ഏതോ വഴി കൂടെ സഞ്ചരിച്ച് പെട്ടെന്നൊരു ടൈം ട്രാവൽ കൂടെ ഓളെ സ്വന്തം നാട്ടിലേക്ക് എത്തിപ്പെട്ടിട്ടാണ് ആ ഒരു ഫസ്റ്റ് സീരീസ് അവസാനിക്കുന്നത്. അങ്ങനെയുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കഥ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അടക്കം നടക്കേണ്ട കുറേ സംഭവങ്ങൾ അതൊക്കെ നിങ്ങൾ കാണുന്നേ വേണം. സെക്കൻഡ് സീരീസിൻ്റെ കഥ പറയാൻ പറ്റില്ല, കാരണം എന്താ, പിന്നെ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. തേർഡ് സീരീസ് പിന്നെ പറയാനുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കാര്യം. നിങ്ങൾ ലൈഫ് ടൈമിൽ ഒരു സീരീസ് കാണാൻ പൂതിയുള്ള ആളാണെങ്കിൽ ലൈഫ് ടൈമിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സീരീസാണ് ഫ്രം. ഓക്കെ, എന്നാൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നോക്കേ, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.